ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള NCERT-യിലെ 5th ചാപ്റ്റർ ആണ്. അപ്പൊ ഇതിനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ തിയറി നമുക്ക് വളരെ കുറച്ചാണ്. കാര്യം MCQ പാറ്റേണിലാണ് നിങ്ങളുടെ എക്സാംസ് വരുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ, അതിന്റെ ആൻസർ, അല്ലെങ്കിൽ അതിന്റെ അസർഷൻ റീസൺ ബേസ്ഡ്, അല്ലെങ്കിൽ അത് ബേസ് ചെയ്ത പാരഗ്രാഫ്, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ അത് നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ മിനിമം തിയറി നമ്മൾ അറിഞ്ഞിരിക്കണം, അതാണ് നമ്മൾ ഈ ക്വിക്ക് റിവിഷൻ സീരീസിൽ മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. ഇതിന്റെ ബേസിക്സ് എന്ന് പറയുന്നത് 5ാമത്തെ ചാപ്റ്റർ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അപ്പോ ആ ചാപ്റ്റർ നിങ്ങൾ ആൾറെഡി കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് നമ്മൾക്ക് ജീൻ, ജെനറ്റിക്സ്, ക്രോമസോം, DNA, RNA എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് തൊട്ടേ 10th ലെവലിൽ നമുക്ക് അറിയാവുന്ന സയന്റിസ്റ്റ് മെൻഡൽ ആണ്. മെൻഡൽ കുറെ സജസ്റ്റഡ് ദാറ്റ് there are some factors of genes which help to maintain the phenotype and genotype and organism for generation after generation. ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലോട്ട് പോയി. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അതേ പാരന്റ്സിന്റെ കളർ, അതേ പൊക്കം, അതേ ബുദ്ധി ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ കാരണം അവരുടെ ജീൻസ് നിങ്ങളിലേക്ക് എത്തിയതാണ്. ആ ജീൻസ് എങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ അതിന്റെ സ്റ്റോറി നമുക്ക് പറഞ്ഞു തന്ന സയന്റിസ്റ്റ് മെൻഡലാണ്. മെൻഡലിന്റെ പീ പ്ലാന്റ്സിലുള്ള എക്സ്പെരിമെന്റ്സ് വെച്ചിട്ടാണ് പറഞ്ഞു തന്നത്. ലേറ്റർ ഓൺ നമുക്ക് വലിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. എസ്റ്റാബ്ലിഷ് ദ DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞ DNA ആണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് മെജോറിറ്റി ഓഫ് ഓർഗാനിസംസ്, അതായത് പട്ടി, പൂച്ച, സിംഹം തൊട്ട് എല്ലാത്തിലും മെജോറിറ്റി ഓഫ് ഓർഗാനിസംസിലെ ജനറ്റിക് മെറ്റീരിയൽ ആരാന്ന് ചോദിച്ചാൽ അത് DNA. എന്നാൽ സ്മാൾ ഓർഗാനിസംസിൽ RNA ആക്ട് ആസ് ദി ജനറ്റിക് മെറ്റീരിയൽ സം വൈറസ് ബട്ട് ആസ് അഡീഷണൽ റോൾസ് ആസ് വെൽ. ആ RNA ഫങ്ഷൻസ് ആസ് അഡാപ്റ്റർ മോളിക്യൂൾ ആയിട്ട് പ്രവർത്തിക്കും, സ്ട്രക്ചറൽ ജീൻസ് ആയിട്ട് പ്രവർത്തിക്കും, കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കും. അപ്പോൾ പ്രധാനമായിട്ടും മെജോറിറ്റി ഓർഗാനിസംസിലെ ജനറ്റിക് മെറ്റീരിയൽ ആരാ? DNA. സ്മാൾ വൈറസുകളിലെ ജനറ്റിക് മെറ്റീരിയൽ ആരാ? RNA. ഈ RNAക്ക് ജനറ്റിക് മെറ്റീരിയൽ അല്ലാത്ത ഫങ്ഷൻസ് എന്തൊക്കെയാ? അഡാപ്റ്റർ മോളിക്യൂൾ ആയിട്ട്, സ്ട്രക്ചറൽ ജീൻസ് ആയിട്ട്, കാറ്റലിറ്റിക് മോളിക്യൂൾസ് ആയിട്ട്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു തുടങ്ങുന്നത് DNA-യുടെ സ്ട്രക്ചറിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിന് ടെക്സ്റ്റിൽ, നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഇതിന്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്പം DNA ഈസ് എ ഡബിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചർ ആണ്. 2 വരകൾ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന പോലെയാണ് DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡിന്റെ സ്ട്രക്ചർ. സോ ഇറ്റ് ഈസ് എ ലോങ് പോളിമർ ഓഫ് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ്. ദ ലെങ്ത് ഓഫ് ദ DNA is usually defined as number of nucleotides വെച്ചിട്ടാണ്. അതായത് 100 എണ്ണം, 1000 എണ്ണം, 10000 എണ്ണം. ഫോർ എക്സാമ്പിൾ ഉണ്ടോ, ഒരു ബാക്ടീരിയ നോൺ ആസ് 510-174. ഇത് 5, 10 X 174 എന്നാണ് ഒരു ബാക്ടീരിയോഫേജിന്റെ പേര്. ഈ ബാക്ടീരിയോഫേജിന്റെ ശരീരത്തിൽ എത്ര ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്? അവരുടെ DNA 5386 5386 ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. ഇനി വേറൊരു ബാക്ടീരിയോഫേജ് ഉണ്ട്, ദാറ്റ് ഈസ് കാൾഡ് ലാംഡ. അതിൽ 48502 ബേസ് പെയർസ് ഉണ്ട്. എസ്റ്റെറിഷ്യ കോളെ ഓർ ദ ഈ കോളെ ഹാസ് 4.6 × 10⁻⁶ ബേസ് പെയർസ് ഉണ്ട്. ഇനി ഈവൻ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഗ്യാമേറ്റുകൾ എടുത്താൽ ഇറ്റ് ഹാസ് ഹാപ്ലോയിഡ് നമ്പർ. അതെന്ന് പറയുന്നത് 3.3 × 10⁻⁹ ബേസ് പെയർ ആണ്. ഇനി ദ ഡിസ്കവറീസ് റിലേറ്റഡ് ടു സ്ട്രക്ചർ ഓഫ് ദ DNA. അതിൽ ഫസ്റ്റ് സയന്റിസ്റ്റ് DNA-യുടെ സ്ട്രക്ചർ വിവരിച്ചത് ഫ്രെഡറിക് മീഷർ. ഫസ്റ്റ് ഐഡന്റിഫൈ DNA ഹാസ് ആൻ അസിഡിക് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ ദ ന്യൂക്ലിയസ് ആൻഡ് ഇറ്റ് ഈസ് നെയിംഡ് ആസ് ന്യൂക്ലിൻ എന്ന് പുള്ളി നെയിം ചെയ്തു. വളരെ ഫേമസ് ഡിസ്കവറി നടത്തിയത് ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് പ്രപ്പോസ്ഡ് ദി ഡബിൾ ഹെലിക് മോഡൽ ഓഫ് DNA സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ഏത് എക്സ്പെരിമെന്റ്? എക്സ്റേ ഡിഫ്രാക്ഷൻ ഡേറ്റ. 1953-ൽ 1954-ലെ നോബൽ പ്രൈസ് ഇൻ മെഡിസിൻ ഫോർ കിട്ടിയത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനുമായിരുന്നു. ഇനി അതേ സമയത്ത് ഇതേ പീരീഡിൽ നടത്തിയ വേറൊരു ബയോളജി സയന്റിസ്റ്റ് ആണ് എർവിൻ ചാർഗ്രാഫ്. പ്രപ്പോസ്ഡ് ദാറ്റ് ഫോർ എ ഡബിൾ സ്ട്രാൻഡഡ് DNA the ratio between adenine and thymine and guanine and cytosine is a constant. അതുകൊണ്ട് A+G നിങ്ങൾ എവിടെ കൂട്ടിയാലും that will be equal to എന്ത് വരും? T+C വരും. സോ റേഷ്യോ എടുക്കുന്നത് A+G/T+C വില എന്തോ വരും? 1 ആയിരിക്കും വരുന്നത്. സോ A+G/T+C is equal to എന്ത് വരും? 1. That ratio is called ചാർഗ്രാഫ് റൂൾ എന്ന് പറയും. സ്ട്രക്ചർ ഓഫ് എ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. ന്യൂക്ലിയോടൈഡ് കണ്ടെയ്ൻസ് 3 കമ്പോണൻസ് ആണുള്ളത്. ഒരു നൈട്രോജീനസ് ബേസ്, ഒരു പെന്റോസ് ഷുഗർ, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇത് നിങ്ങൾ കെമിസ്ട്രിയിലെ ബയോമോളിക്യൂൾ എന്ന +2 ചാപ്റ്ററിലും പഠിക്കും. ഇനി എന്താണ് ഒരു നൈട്രോജീനസ് ബേസ്? ഒരു നൈട്രോജീനസ് ബേസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ നൈട്രജൻ കണ്ടെയ്നിങ് ഓർഗാനിക് മോളിക്യൂൾ ആണ്. സ്വാഭാവികമായിട്ടും നൈട്രോജീനസ് ബേസ് മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് മോർ ഓഫ് നൈട്രജൻ. ആൻഡ് ദ നൈട്രജൻ ബേസസ് ആർ ഓഫ് 2 types ആണ്. പ്യൂരിൻസ്, എക്സാമ്പിൾ ഫോർ പ്യൂരിൻസ്
അഡിനിനും ഗ്വാനിനും. ഇനി എക്സാമ്പിൾ ഫോർ പിരമിഡിൻ എന്ന് പറയുന്നത് സൈറ്റോസിൻ, യുറാസിൽ ആൻഡ് തൈമിൻ. കട്ട്. സൈറ്റോസിന്റെ സി, യുറാസിലിന്റെ യു, തൈമിന്റെ ടി. കട്ട്. ഇനി തൈമിൻ ഈസ് പ്രസന്റ് ഇൻ DNA. തൈമിൻ ആണ് DNA-യിലുള്ള ന്യൂക്ലിയോടൈഡ് ആൻഡ് യുറാസിലാണ് തൈമിന് പകരം RNA-യിലുള്ളത്. തൈമിൻ ഈസ് ആൾസോ കാൾഡ് 5-methyl uracil, അനദർ നെയിം ഫോർ തൈമിൻ ആണ്. ഇനി രണ്ടാമത്തെ ഒരു ന്യൂക്ലിയോടൈഡില് 3 കമ്പോണൻസ് ഉണ്ട്. അതിൽ ഒന്ന് നൈട്രജൻ ബേസ്, രണ്ടാമത്തത് പെന്റോ ഷുഗർ. പെന്റോ ഷുഗറുകൾ 2 തരം. ഒന്ന് റൈബോസ്, അത് RNA-യിൽ, ഡിയോക്സി റൈബോസ്, അത് DNA-യിൽ. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ പേരാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇറ്റ് ഈസ് ഓഫ് ദ ഫോം H3PO4. അതിലൊരു ന്യൂക്ലിയോസൈഡ് ഉണ്ട്. ഈ ന്യൂക്ലിയോസൈഡ് ഈസ് ഫോംഡ് വെൻ എപ്പോഴാണ് nitrogenous base is linked to a pento sugar through N-glycosidic linkage. അപ്പോ ഈ പറഞ്ഞ ന്യൂക്ലിയോസൈഡ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഒരു പെന്റോ ഷുഗർ നൈട്രോജീനസ് ബേസുമായിട്ട് ചേർന്നിരിക്കുന്നു. ഏത് ബോണ്ട് വെച്ചാ ചേർന്നിരിക്കുന്നേ? N-glycosidic linkage ബോണ്ട് വെച്ച്. ഇനി എപ്പോഴാണ് ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടാവുന്നത്? It is are the phosphoric esters of nucleosides. Nucleotides are joined by 3'5' phosphodiester bonds to form a dinucleotide അവിടെ ഫോം ചെയ്യും. ഇനി alternate deoxyribose and phosphate residues join to form a polynucleotide ചെയിനും അവിടെ ഉണ്ടാവും. ഇനി നമ്മൾ പഠിക്കുന്നതാണ് the double helix structure of DNA എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. DNA-ക്ക് 2 ഹെലിക്സ് അഥവാ 2 വഴിയുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇങ്ങനെ പോകുന്ന ഒരു ലൈൻ, അടുത്തത് ഇങ്ങനെ പോകുന്ന അടുത്ത ലൈൻ. അപ്പോ ഈ രീതിയിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോയാൽ ദാറ്റ് ഈസ് ദ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ എന്ന് പറയും. DNA is made up of 2 polynucleotide chains where the backbone is constituted by sugar, phosphate and the bases project inside. The 2 chains-ന് ആന്റി പാരലൽ പൊളാരിറ്റി ആണ്. എന്ന് വെച്ചാൽ ഒരു സ്ട്രാൻഡ് ഇപ്പൊ എന്താ ഇങ്ങനെ പോകുന്ന സ്ട്രാൻഡിന് 3' ആണെങ്കിൽ ഇത് 5' ആയിരിക്കും. ഈ അടുത്ത സ്ട്രാൻഡ് നോക്കാം, ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞു പോകുന്നു. ഇത് 5' ആണെങ്കിൽ ഇതെന്തോ വരും? 3'. ഓക്കെ, അപ്പോ അതാണ് ഈ പറഞ്ഞ സ്ട്രക്ചറിന്റെ മീനിങ്. ഓക്കെ, കുഴപ്പം വല്ലതും ഉണ്ടോ? അപ്പൊ 3', 5', ആന്റി പാരലൽ പൊളാരിറ്റി എന്ന് വെച്ചാൽ ഒരുത്തൻ 3', 5' ആയ വേറൊരുത്തൻ 5', 3' ആയിട്ട് മാറും. ഈ പൊളാരിറ്റിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. DNA-ക്ക് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ആണ് ഉള്ളത്. ഓക്കെ, സോ ഒരു സ്ട്രാൻഡ് വിൽ ബി ഇൻ 5' to 3'. ഉദാഹരണത്തിന് ഒരു ടീം കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തോട്ട് പോകും. അപ്പൊ അടുത്ത ടീം എന്തായിരിക്കും? തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് വരും. ദാറ്റ് ഈസ് 3' to 5'. The bases in 2 strands have paired through. അവിടെ ഒരു പ്രത്യേകതരം ബോണ്ട് ഉണ്ട്. ദാറ്റ് ഈസ് ദ ഹൈഡ്രജൻ ബോണ്ട്. ആൻഡ് അഡിനിൻ ഫോംസ് 2 ഹൈഡ്രജൻ ബോണ്ട്, അതായത് അഡിനിൻ എ. ഇനി അത് 2 ഹൈഡ്രജൻ ബോണ്ട് ഇട്ടിട്ടാണ് ആരുമായിട്ട്? തൈമിനുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്നത്. അഡിനിൻ ഡബിൾ ബോണ്ട്, 2 ഹൈഡ്രജൻ ബോണ്ട്, തൈം. അറ്റ്, ഇംഗ്ലീഷിൽ അറ്റ് എന്ന പ്രിപ്പോസിഷൻ നിങ്ങൾ ആലോചിക്കുക. ദാറ്റ് ഈസ് അറ്റ്. അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ടാണ് DNA-യിൽ ബോണ്ട് ചെയ്യുന്നത്. ഏത് ബോണ്ട് വെച്ചിട്ടാ? ഡബിൾ ബോണ്ട് വെച്ചിട്ടാണ്. ഇനി the 2 chains are coiled in a right-handed fashion. എപ്പോഴും കോയിലുകൾ റൈറ്റ് ഹാൻഡഡ് ഫാഷൻ. പിച്ച് ഓഫ് ദ ഹെലിക്സ് ഇൻ DNA കാണാൻ പഠിച്ചു വെച്ചേക്കണം 3.4 നാനോമീറ്റർ. അതിന്റെ ഇടയിൽ 10 ബേസ് പെയർ ഇൻ ഈച്ച് ടേൺ കാണും. ഡ്യൂ ടു ദിസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ബേസ് പെയർ ഇറ്റ് ഈസ് ഓഫ് അബൌട്ട് ദ ലെങ്ത് 0.34 നാനോമീറ്റർ ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി സെൻട്രൽ ഡോഗ്മ. സെൻട്രൽ ഡോഗ്മ ഈസ് അനദർ ഇമ്പോർട്ടന്റ് പോർഷൻ ആണ്. സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്നത്, സെൻട്രൽ ഡോഗ്മ എന്ന് വെച്ചാൽ ഫ്രാൻസിസ് ക്രിക്ക് എന്ന സയന്റിസ്റ്റ് ആണ് പറഞ്ഞത്. സെൻട്രൽ ഡോഗ്മ പറഞ്ഞത് നമ്മുടെ ഈ ചാപ്റ്ററിൽ 3 എസ്സേകളായിരുന്നു. MCQ അല്ല, ഡിസ്ക്രിപ്റ്റീവ് തിയറി എക്സാമിന് വേണ്ടി 3 എസ്സേകളാണ് നമ്മൾ പഠിക്കുന്നത്. One is what is DNA replication, 3 to 5 marks, 5 മാർക്ക് വരെയുള്ള എസ്സേ ആയിട്ട് ചോദിക്കാം. അടുത്തത് എക്സ്പ്ലെയിൻ ട്രാൻസ്ക്രിപ്ഷൻ, അടുത്ത 5 മാർക്ക്. എക്സ്പ്ലെയിൻ ട്രാൻസ്ലേഷൻ, അടുത്ത 5 മാർക്ക്. സോ DNA replication means DNA-യിൽ നിന്ന് തന്നെ DNA ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ DNA replication എന്ന് പറയുന്നത്. ഇനി DNA-യിൽ നിന്ന് mRNA അഥവാ മെസഞ്ചർ RNA ഉണ്ടാവുന്നു. ദ പ്രോസസ് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ. mRNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നു. നമ്മുടെ ബോഡി നിലനിന്ന് പോകണമെങ്കിൽ ബോഡിയിൽ പലജാതി പ്രോട്ടീൻസ് വേണം. ഈ പ്രോട്ടീൻസ് അൾട്ടിമേറ്റ്ലി നമ്മൾ ഉണ്ടാക്കുന്നത് mRNA-യിൽ നിന്നിട്ടാണ്. mRNA ട്രാൻസ്ലേഷൻ നടത്തി നമ്മൾ എന്തുണ്ടാക്കും? പ്രോട്ടീൻ ഉണ്ടാക്കും. ഓക്കെ,
ഇനി ദിസ് പ്രോസസ് ഈസ് കാൾഡ് എന്തുവാ? സെൻട്രൽ ഡോഗ്മ. കൊണ്ടുവന്ന സയന്റിസ്റ്റിന്റെ പേര് ഫ്രാൻസിസ് ക്രിക്ക്. DNA സ്വന്തമായിട്ട് തന്നെ DNA ഉണ്ടാക്കുന്ന പേര് റെപ്ലിക്കേഷൻ. ഈ പറഞ്ഞ DNA എന്ന് mRNA ഉണ്ടാവുന്നത് ട്രാൻസ്ക്രിപ്ഷൻ, mRNA എന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നത് ട്രാൻസ്ലേഷൻ. ഇനി ഇതിന്റെ കുറച്ച് പ്രത്യേകതകൾ നമ്മൾ പഠിക്കണം. DNA ഒരു വലിയ നീളമുള്ള ഏക്കർ കണക്കിന് നീളമുള്ള ഒരു സാധനമാണ്. ഈ DNA നമ്മുടെ വളരെ ചെറിയ സെല്ലിന്റെ ന്യൂക്ലിയസിൽ അടിച്ചൊതുക്കി വെച്ചേക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ ഇതിനെ പാക്ക് ചെയ്തേക്കുന്നു. ഇൻ പ്രോകാരിയോട്സ് സച്ച് as E. coli the DNA is not scattered throughout the cell. ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുകയല്ല. DNA is being നെഗറ്റീവ്ലി ചാർജ് ഉള്ള ഒരു സാധനമാണ് DNA. അതിനെ പിടിച്ചു നിർത്തുന്നത് there are some positively charged region termed as nucleoid. The DNA nucleoid is organized in large loops held by കുറെ പ്രത്യേകതരം പ്രോട്ടീൻസ് ആണ് ഇതിനെ പിടിച്ചു നിർത്തുന്നത്. ഇനി in eukaryotes there is a set of പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ് ഉണ്ട്, ദാറ്റ് ഈസ് കാൾഡ് ഹിസ്റ്റോൺസ്. നിങ്ങൾക്ക് ഇവിടെ ആകെ ചോദിക്കുന്ന ചോദ്യം വാട്ട് ആർ ഹിസ്റ്റോൺസ്? യൂക്കാരിയോട്ടിക് സെല്ലുകളിൽ പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടീൻസിന്റെ പേരാണ് തോന്നുന്നത് ഹിസ്റ്റോൺസ്. ഹിസ്റ്റോൺസ് എന്ന് പറയും. ഹിസ്റ്റോൺസ് എല്ലാം ബേസിക് അമിനോ ആസിഡുകളെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന പ്രോട്ടീൻസ് ആണ്. ഈ ഹിസ്റ്റോൺസ് എല്ലാം കൂടെ അടുക്കി വെച്ചാൽ വി വിൽ ഗെറ്റ് ഹിസ്റ്റോൺ ഒക്ടാമറിനെ കിട്ടും. ആരെ കിട്ടും? ഹിസ്റ്റോൺ ഒക്ടാമർ. ഒക്ട് എന്ന് വെച്ചാൽ എന്തുവാ? 8 മോളിക്യൂൾസ് ആണ്. അപ്പൊ ഹിസ്റ്റോണുകൾ അടുക്കി 8 പേരടങ്ങിയ ഗ്രൂപ്പായിട്ട് മാറും. ദാറ്റ് ഈസ് കാൾഡ് ഹിസ്റ്റോൺ ഒക്ടാമർ. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുവാ? DNA പാക്കേജിംഗ് ആണ്. DNA പാക്കേജിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് പ്രോകാരിയോട്ടിക്കിലെ പാക്കേജിംഗ് പഠിക്കണം, യൂക്കാരിയോട്ടിന്റെ പാക്കേജിംഗ് പഠിക്കണം. പ്രോകാരിയോട്ടിന്റെ പാക്കേജിംഗിൽ നമുക്ക് ഈ ഹിസ്റ്റോണും ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ കഥയൊന്നും പറയേണ്ട കാര്യം, അത് സിമ്പിൾ ആണ്, ചെറിയ ജീവിയാണ്, കുറച്ചേ ഉള്ളൂ, അവിടെ എങ്ങനെയെങ്കിലൊക്കെ പാക്ക് ചെയ്ത് വെക്കാം. ഇനി നിങ്ങൾക്ക് അറിയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ DNA ഒരു നെഗറ്റീവ്ലി ചാർജ് ഉള്ള പാർട്ടാണ്. അതിനെ കെട്ടിപ്പിടിച്ച് അവിടെ സെറ്റാക്കി ഇരുത്തണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ചാർജ് ഉള്ള പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടീൻസ് വരണം. അങ്ങനെ പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടീൻസ് ആണ് ആര്? ഹിസ്റ്റോൺസ്. ഹിസ്റ്റോൺസ് 8 മോളിക്യൂൾസ് ആയിട്ടാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് കാൾഡ് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയും. ഇനി ദ നെഗറ്റീവ്ലി ചാർജ്ഡ് DNA is wrapped around the positively charged histone octamer to form a structure called nucleosome. ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി ന്യൂക്ലിയോസോം constitutes the repeating unit of a structure in the nucleus called chromatin ഉണ്ടാകും. Okay, chromatin is thread-like stained colored body seen in the nucleus. ന്യൂക്ലിയസിന്റെ അകത്ത് കാണുന്ന നൂലുകൾ പോലുള്ള കളറുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രോമാറ്റിൻ. ക്രോമാറ്റിൻ എന്ന് പറയുന്നത്. ക്രോം മീൻസ് കളർ എന്നാണ് വേർഡ് മീനിങ്. The packaging of chromatin at a higher level requires additional set on proteins that are collectively referred to as non-histone chromosomal proteins എന്ന് പറയും. NHC proteins. Non histone chromosomal proteins. NH3 proteins എന്ന് നമ്മൾ പറയും. ഇനി some regions of chromatin which are loosely packed and stained light in color are called euchromatin. നമ്മൾ സ്റ്റെയിനിങ് നടത്തുമ്പോൾ ക്രോമാറ്റിന്റെ ചില ഭാഗത്ത് ലൈറ്റ് സ്റ്റെയിനേ വരും. ദാറ്റ് ഈസ് കാൾഡ് euchromatin or the active chromatin. In some regions the chromatin is densely packed, stained dark in color. It is called heterochromatin or the inactive chromatin. Active chromatin അഥവാ euchromatin, inactive chromatin അഥവാ heterochromatin. ഇനി നമ്മുടെ സെർച്ച് ഫോർ ദ ജനറ്റിക് മെറ്റീരിയൽ. നമ്മുടെ ബോഡിയിൽ DNA-യും RNA ഒക്കെ ഇടയ്ക്ക് മറിഞ്ഞും തിരിഞ്ഞൊക്കെ കാണും. അതിൽ DNA ആണോ ജനറ്റിക് മെറ്റീരിയൽ, പ്രോട്ടീൻ ആണോ ജനറ്റിക് മെറ്റീരിയൽ, RNA ആണോ ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ളത് വളരെ വലിയ തർക്കങ്ങൾ നടന്ന കാര്യമാണ്. അത് പ്രൂവ് ചെയ്തത് പലജാതി എക്സ്പെരിമെന്റ് പലരും നടത്തിയിട്ടാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ഡയഗ്രാം കൊണ്ട്, ദാറ്റ് ഈസ് ഗ്രിഫിത്തിന്റെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. എന്തുവാ ട്രാൻസ്ഫോം ആവുക എന്ന് വെച്ചാൽ ഒരു രൂപം വേറൊരു രൂപം ആവുന്നതിനാണ് നമ്മൾ ട്രാൻസ്ഫോം ആവാന്ന് പറയാം. ദാറ്റ് പ്രിൻസിപ്പിൾ ഈസ് കാൾഡ് എന്തുവാ? ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. Frederick Griffith carried out a series of experiments with the Streptococcus pneumoniae, bacterium causing pneumonia. ആ ന്യൂമോണിയ അസുഖം ഉണ്ടാക്കുന്ന സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന ബാക്ടീരിയ വെച്ചിട്ട് നമ്മുടെ പാവപ്പെട്ട ഫ്രെഡറിക് ഗ്രിഫിത്ത് കുറെ എക്സ്പെരിമെന്റ് നടത്തി. എന്ത് പ്രൂവ് ചെയ്യാൻ? ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ പ്രൂവ് ചെയ്യാൻ. അപ്പൊ he used the two strains of this bacterium, that is one forming the smooth colonies with the capsule, S type എന്ന് പറയും, and the other strain with the rough colonies without the capsule, that is R type, and give the observation. S strain
അത് അവരുടെ എലിയിലെ മൈസ്, നമ്മളെപ്പോഴും എക്സ്പെരിമെന്റ്സിന് വേണ്ടി എടുക്കുന്നത് മൈസിനെയാണ്, എലീനെയാണ്. എസ്ട്രെയിൻ ഈ പറഞ്ഞ മൈസിന്റെ ബോഡിയിലേക്ക് കുത്തിവെച്ചപ്പോൾ മൈസ് എന്ത് ചെയ്തു? ചത്തു. അപ്പൊ മൈസ് ചാവാൻ കാരണം ആരാണ്? എസ്ട്രെയിൻ മൈസിന്റെ ബോഡി കയറിയതാണ്. ആർട്രെയിൻ മൈസിൽ കുത്തിവെച്ചപ്പോ ആ മൈസ് ചത്തില്ല, അത് ലീവ് ചെയ്തു. മൈസ് ലിവ്ഡ്. ഇനി എസ്ട്രെയിൻ ഹീറ്റ് കില്ല് ചെയ്തു എന്ന് വെച്ചാൽ എസ്ട്രെയിനെ ഇനാക്റ്റീവ് ആക്കി, എസ്ട്രെയിന്റെ കൊല്ലാനുള്ള കഴിവിനെ നമ്മൾ ചൂടാക്കി കൊന്നു, അതിനെ ഇഞ്ചക്ട് ചെയ്തു. അപ്പൊ അത് മൈസിൽ ഇഞ്ചക്ട് ചെയ്തപ്പോ മൈസ് അപ്പോഴും ജീവിച്ചു, ചത്തില്ല. ഈ എസ്ട്രെയിൻ ഹീറ്റ് കില്ല് ചെയ്ത് ആർട്രെയിൻ ലൈവ് എടുത്തു, ഇഞ്ചക്ട് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? മൈസ് കിട്ടി. മൈസ് ഡൈ. ഇതിന് കാരണം ഈ എസ്ട്രെയിനിലുള്ള എന്തോ കാര്യം ആർട്രെയിനിൽ കയറിയതല്ലേ. ഇപ്പൊ നമ്മൾ പ്രേതബാധ കയറി എന്നൊക്കെ പറയത്തില്ലേ? അപ്പോ ആ പ്രേതബാധ കയറിയത് എങ്ങനെയാണെന്നുള്ള കണ്ടുപിടിച്ചു. ഹി കൺക്ലൂഡഡ് ദാറ്റ് ആർട്രെയിൻ ബാക്ടീരിയ ഹാഡ് സംഹൗ transformed by the heat killed estrain bacteria, which must be due to the transfer of genetic material. This principle is called the transforming principle. ഈ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിന് കുറച്ച് തെളിവുകൾ ഉണ്ടാക്കി കൊടുത്തു. ദാറ്റ് ഈസ് ദ ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. അത് കണ്ടുപിടിച്ചത് 3 സയന്റിസ്റ്റ് ആണ്. ഓസ്റ്റ്വാൾഡ് അവറി, നമ്മൾ അതിനെ അവറി, മെക്ലിയോയിഡ്, മെക്കാർട്ടി. അവറി, മെക്കലോയിഡ്, മെക്കാർട്ടി എന്ന് പറഞ്ഞ 3 സയന്റിസ്റ്റുകൾ വർക്ക്ഡ് ടു ഡിറ്റർമിൻ ദ ബയോകെമിക്കൽ നേച്ചർ ഓഫ് ദ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ഇൻ ദ ഗ്രിഫിത്ത് എക്സ്പെരിമെന്റ്. അത് ഇൻവിട്രോ സിസ്റ്റം വെച്ചാൽ ബോഡിയുടെ പുറത്ത് വെച്ച് ചെയ്തു. From the heat killed S cells, they purified the biochemicals. ഏതൊക്കെയാണ് ബോഡിയിലെ പ്രധാനപ്പെട്ട ബയോകെമിക്കൽസ്? പ്രോട്ടീൻസ് ഉണ്ട്, DNA ഉണ്ട്, RNA ഉണ്ട്. To observe which biochemical could transform the R സെല്ലിനെ S സെൽ ആക്കുന്നത് DNA ആണോ, R സെല്ലിനെ S സെൽ ആക്കുന്നത് പ്രോട്ടീൻ ആണോ, R സെല്ലിനെ S സെൽ ആക്കുന്നത് RNA ആണോ എന്നാണ് ഇവർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചത്. ഇവർ എക്സ്പെരിമെന്റ് നടത്തുകയും ഡിസ്കവേർഡ് ദാറ്റ് DNA alone from the heat killed S type bacteria caused the transformation of the non-virulent എന്ന് വെച്ചാൽ കൊല്ലാൻ കഴിവില്ലാത്ത R type bacteria into the virulent S type bacteria ആക്കി മാറ്റി. അതിൽ നിന്ന് അവർ മനസ്സിലാക്കി the genetic material is ആരാണെന്ന്? DNA ആണ്. ഇനി അടുത്ത മോഡ്യൂളിൽ we will discuss എന്താണ് ഈ DNA-യുടെ പെക്യുലാരിറ്റീസ്, അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ്, പിന്നെ ഡിഫറൻസസ് ബിറ്റ്വീൻ DNA, RNA ഒക്കെ നമ്മൾ നെക്സ്റ്റ് മോഡ്യൂൾ വീഡിയോയിൽ കാണാം. ടിൽ ദാൻ ഗുഡ് ബൈ.